എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം റണ്ണിങ്. ഷാജി സാറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് ആൻ അപ്രീസിയേഷൻ എന്ന് പറയുന്ന നമ്മൾ ഉറപ്പായും ചോദിക്കുന്ന 8 മാർക്കിന്റെ ചോദ്യമാണ്. അത് 2 രീതിയിൽ വരാറുണ്ട്. ഏതോ ഒരു അൺനോൺ പോയം തന്നിട്ട് നമ്മളോട് അതിനെക്കുറിച്ച് അതിന്റെ അപ്രീസിയേഷൻ എഴുതാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു പോം നമ്മൾ പഠിക്കുന്ന പോവുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അപ്രീസിയേഷൻ എഴുതാൻ പറയും. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ കുറച്ച് ടിപ്പ് അല്ലെങ്കിൽ ടെക്നിക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ആ ആൻസർ കംപ്ലീറ്റ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടുന്ന ഒരു ചെറിയൊരു കോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു പോം ഇതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ ഇത് അല്ലേ. റീഡ് ദ ഫോളോയിങ് പോം ഗിവൺ ബിലോ ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പോം റൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞത്. ദ ഹീറ്റ് ഓഫ് ദ എർത്ത് എന്നാണ് ആ പോയത്തിന്റെ പേര്, അവർ തന്നിട്ടുള്ള പോയത്തിന്റെ പേര്. പോയത്തിന്റെ പേരും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് റൈസുമായി വന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. TTTMFO. ഓക്കെ, എങ്ങനെയത് ഓർത്ത് വെക്കാം? TTT 3 T ഉണ്ട്, പിന്നെ MFO. ഓക്കെ, എന്തെങ്കിലും അത് രീതിയിൽ ഓർത്ത് വെക്കുക. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം എൻ ഗെയിമിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും പഠിച്ച് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല, നിങ്ങളുടെ പെർഫെക്ഷൻ എത്താനുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ട് എന്തായാലും അല്ലേ. അവിടെ ഇപ്പോൾ ഹാഫ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ പോരായ്മകളും നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഒരുപാട് ഭാഗങ്ങൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനിയൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരവസരമുണ്ട്. ജനുവരിയാണ്. ആ ജനുവരിയിൽ നമ്മുടെ എൻ ഗെയിം ഉണ്ട്. എൻ ഗെയിമിൽ ജോയിൻ ചെയ്യുക. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സസ്, വീഡിയോസും, അതുപോലെ തന്നെ എക്സാംസ്, ഡെയിലി നോട്ട്സ് ആഫ്റ്റർ ദ ലൈവ്, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, മൈൻഡ് മാപ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനമുണ്ട്. നിങ്ങളെ മാക്സിമം എന്താ പറയുക, നിങ്ങളെ ഒരു കപ്പാസിറ്റിയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം എക്സ്പേർട്സ് തയ്യാറാക്കുന്ന ഒരു കിടിലൻ സാധനമാണ്. സോ ഇത് ഉപയോഗപ്പെടുത്താതെ പോരുത്. കാരണം നമ്മൾ എന്തായാലും ഫേസ് ചെയ്യാനുള്ളതാണ് മാർച്ചിലെ എക്സാമിനേഷൻ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും വിജയിക്കും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നേരെ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫോർമുലയിലേക്ക് വരികയാണ്. TTTMFO. ഓക്കെ, ഫസ്റ്റ് ടി എന്താണ്? ടൈറ്റിൽ ആൻഡ് പോയറ്റ്. ഇതാണ് ആദ്യം ആലോചിക്കുക. ഫസ്റ്റ് ടി എന്തിനാ സൂചിപ്പിക്കുന്നു? ടൈറ്റിൽ ആൻഡ് പോയറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഇതൊരു എന്താ പറയുക, ചുരുക്കിപ്പറച്ചിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ വരും. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു 2-2.5 പേജ് എഴുതാനുണ്ട് നമുക്ക്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ. അപ്പോൾ അത് 2 പേജെങ്കിലും എഴുതണം. അപ്പോൾ അതിന് നിങ്ങൾ ഇത് മാത്രം പോയിന്റ് മാത്രം എഴുതി മതി. പോയിന്റ് മാത്രമല്ല എഴുതേണ്ടത്, അതിനെ വിശദീകരിച്ച് എഴുതുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. ഫസ്റ്റ് സ്റ്റാർട്ട് മെൻഷനിങ് ദ ടൈറ്റിൽ ഓഫ് ദ ബോത്ത് പോയംസ് ആൻഡ് പോയറ്റിനെയും ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ദ പോയം ഇതാണ് തന്ന പോയം. ഓക്കെ, ബൈ ആ പോയറ്റിന്റെ പേര് ഇത്, ആൻഡ് അടുത്ത പോയം ബൈ ഡാഷ് ആർ കമ്പയർഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഫോർമൽ വേ ആണ്. ഇൻഫോർമൽ വേയിൽ നിങ്ങൾക്ക് ആ പോയറ്റിക് ലൈൻസ് എടുത്ത് എഴുതിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോട്ട് ചെയ്തിട്ട് ഇന്ന ലൈൻ്റെ ഇന്ന പോയറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എഴുതാം. നമുക്കതൊക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്രീസിയേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇവിടെ രണ്ടാമത്തെ തീമാണ് സേ വാട്ട് ബോത്ത് പോയംസ് ആർ അബൌട്ട്. ഈ 2 പോയം എന്തിനെ കുറിച്ചാണ് എന്നത് പറയാം. കോമൺ ഐഡിയ, കോൺട്രാസ്റ്റ് ഉണ്ടാവും. കോൺട്രാസ്റ്റ് വൈരുദ്ധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുക. ബോത്ത് പോയം ഡീൽസ് വിത്ത് ദ തീം, സോ ദേ അപ്രോച്ച് ഡിഫറെന്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ടോണിനെ പറ്റി പറയുന്നു. മെൻഷൻ ദ മൂഡ് ഓർ ഫീലിംഗ് ഓഫ് ദ ഈച്ച് പോയം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് പോയം ഹാസ് എ ഡാഷ് ടോൺ, മെലങ്കോളിക് ടോൺ. ഓക്കെ, അല്ലെങ്കിൽ ഹാപ്പി ടോൺ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, ഗ്ലാഡ് ടോൺ. നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് പോയം ഇസ് ഇൻ ദ ഡാഷ്. വായിച്ചാൽ നമുക്ക് അറിയാൻ മതിയല്ലോ, ഹാപ്പി ആണോ സങ്കടമാണോ എന്നൊക്കെ ഉള്ളത്, നമുക്ക് സർക്കാസമാണോ അല്ലെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക. അത് കഴിഞ്ഞാൽ എം ആണ്. എം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജ് ആണ്. പോയത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ടാവും അല്ലെ. ആ മെസ്സേജ് എന്താണ്? എക്സ്പ്ലെയിൻ ദ മെസ്സേജ് ഓഫ് മോറൽ കൺവേഡ് ബൈ ദ പോയറ്റ്, അത് പറയുക. നെക്സ്റ്റ് O ആണ്. എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ച്. എന്ന് വെച്ചാൽ നമ്മുടെ പോയറ്റിക് ഡിവൈസസ് അല്ലേ, ആ പോയറ്റിക് ഡിവൈസസ് നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. മാക്സിമം എത്ര എണ്ണം മെൻഷൻ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. പ്രത്യേകിച്ചും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ നോക്കിയിട്ട് അങ്ങോട്ട് എഴുതാൻ ലൈക്ക് ആസ് ഉണ്ടെങ്കിൽ സിമിലി ആണ് അല്ലേ, അല്ല നേരെ കമ്പാരിസൺ ആണെങ്കിൽ മെറ്റഫർ ആണ്. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. അതുപോലെ തന്നെ റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ്, ഈ സാധനങ്ങൾ എന്തെല്ലാം കാണാൻ പറ്റും, അലിട്രേഷൻ, അസറൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഒക്കെ അതിനകത്തേക്ക് എഴുതാം. വലിയൊരു പാരഗ്രാഫ് പോയറ്റിക് ഡിവൈസിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. വെറുതെ പോയറ്റിക് ഡിവൈസ് എഴുതാതെ ആ ലൈൻസ് എടുത്ത് എഴുതുന്നു, അത് ഇന്നതാണെന്ന് പറയുക, അത് ഇത്രയും മനോഹരമാക്കിയിട്ടുണ്ട്, അങ്ങനെ രീതിയിലേക്ക് നിങ്ങൾ ഓരോന്നിനെയും മാറ്റുക. ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതാതെ എന്ത് ചെയ്യുക, ഓരോന്നിനെയും മെൻഷൻ ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഒപ്പീനിയൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പീനിയനിലേക്കാണ് വരേണ്ടത്. നമ്മുടെ ഒപ്പീനിയൻ എന്താണ് ഈ പോയത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു? എനിക്ക് പേഴ്സണലി ഈ ലൈൻസ് ഇത്ര ഇഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കണ്ടംപററി റെലവൻസ് ഉണ്ട്, സമകാലീന പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
അതിനെ അവസാനിപ്പിക്കാം. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എന്തെല്ലാം ഫിൽ ചെയ്യണം? ഇതിനിടയ്ക്ക് ഞാൻ പറയുന്ന ആ പോയറ്റിക് ഡിവൈസിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫുകൾ ഉണ്ടല്ലോ, പാരഗ്രാഫിൽ നമ്മൾ നമ്മുടെ പോയത്തിനെയും തന്നിരിക്കുന്ന പോയത്തിനെയും നമ്മൾ പഠിച്ച പോയത്തിനെയും കുറിച്ച് നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ എന്ത് ചെയ്യാം പറയുക. അപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ നമുക്ക് ഓർമ്മയിൽ എന്തെങ്കിലും പെശകോ അല്ലെങ്കിൽ പറഞ്ഞ ലിമിറ്റേഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന പോയം വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ലൈൻസ് കോട്ട് ചെയ്യുന്നു, അതിനെ വിശദീകരിച്ച് എഴുതുന്നു, അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ അതിനെയും നമ്മുടെ പോയത്തെയും കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ വരാം. അല്ലെങ്കിൽ അതേക്കുറിച്ച് ആദ്യം പറയുക, തന്നിരിക്കുന്ന പോയത്തെക്കുറിച്ച്, പിന്നെ നമ്മൾ പഠിച്ച പോയത്തെക്കുറിച്ച്, എന്നിട്ട് ലാസ്റ്റ് അതിനെ ഒരു കമ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പാരഗ്രാഫ്, ശേഷം നമ്മുടെ ഒപ്പീനിയൻ. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോകാവുന്നതാണ്. സോ അപ്രീസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് മറ്റൊരു അപ്രീസിയേഷൻ ഉണ്ട് അല്ലേ, അൺനോൺ പോയിന്റ് എന്നുണ്ട്. അതെങ്ങനെ എഴുതണം? ഇത് തന്നെ കുറച്ചുകൂടെ A+ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതണം, എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക വിശദീകരിച്ച് പറയാനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന മാരത്തോൺ ഉള്ളത്, മെഗാ മാരത്തോൺ ഉള്ളത്. 7 മണിക്കാണ് വൈകിട്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അതുപോലെ തന്നെ മോർണിംഗ് ബൂസ്റ്ററും ഉണ്ട് 6 മണിക്ക്. അടിപൊളിയായിട്ട് ഇരിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.